സുഭാഷിതം. മൂല്യങ്ങളുടെ സ്വരലയം. ജീവിതം വെറുതെ ജീവിച്ചു തീർക്കേണ്ടതല്ല എന്നും ജീവിക്കുന്ന നിമിഷങ്ങൾ കുറച്ചെങ്കിലും നിറഞ്ഞു ജീവിച്ചുവെന്ന് അറിയേണ്ടതുണ്ടെന്നും അറിഞ്ഞവരാണ് നമ്മൾ. വിലയേറിയ നമ്മുടെ ജീവിതം കഴിയുന്നത്ര സ്വസ്ഥതയോടെ സൗഹൃദത്തോടെ ജീവിക്കാനുള്ള വഴികൾ ബോധപൂർവം നമുക്ക് ആരായേണ്ടി വരാറുണ്ട്. മറ്റു ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനിൽ തന്നെ കൃത്യമായ വഴികൾ രൂപപ്പെട്ടിരിപ്പുണ്ട്. മനുഷ്യർക്ക് ഈ ഭൂമിയിലേക്ക് വന്നതിനു ശേഷം ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും സമാധാനം കിട്ടേണ്ട വഴികൾ സ്വയം കണ്ടെത്തി ജീവിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. സ്വാഭാവികമായി ഉള്ളിൽ ഉണർന്നു വരുന്ന ചോദനകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വസ്ഥതയും സമാധാനവും നമുക്ക് കിട്ടിയിട്ടുമില്ല. ഉള്ളിൽ ഉണർന്നു വരുന്ന ആവേഗങ്ങൾക്കും ചോദനകൾക്കുമനുസരിച്ച് നാം ജീവിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ കൂടുതൽ കാലുഷ്യങ്ങളിലേക്ക് ചെന്ന് വീണിട്ടുള്ളതാണ് നമ്മുടെ അനുഭവം. വ്യത്യസ്തമായ വഴികളിലൂടെ സമാധാനം തേടി നടന്ന അനേകം അന്വേഷണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിലേറ്റവും മുഖ്യമായി മനുഷ്യ സമൂഹം സ്വീകരിച്ചിട്ടുള്ളത് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രശസ്തിയുടെയും വഴികളാണ്. അതൊന്നും തന്നെ കുറഞ്ഞ വഴികളല്ല. അതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഭൗതികമായ സാഹചര്യം കഴിയുന്നത്ര സുഗമമാക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും പ്രാഥമികമായ അന്വേഷണമാണ്. അത്യാവശ്യത്തിന് അന്നം, വസ്ത്രം, കിടക്കാൻ പാർപ്പിടം, ശരീരത്തിന് ആരോഗ്യം, ഇത്രയും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത്? ഇതെല്ലാം വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്നിടത്താണോ ജീവിതത്തിൻ്റെ സമാധാനമുള്ളത്? ജീവിക്കാൻ നമുക്ക് പണം, ഭക്ഷണം, പ്രശസ്തി, വീട് എല്ലാം വേണമെങ്കിലും ഇവയൊക്കെ ആർജിച്ചു കൂട്ടുന്നതുകൊണ്ട് മാത്രം നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഇതൊക്കെ അത്യാവശ്യമാണ് എന്നറിഞ്ഞ നമ്മൾ ഇത് മാത്രമാണ് ജീവിതത്തിന് സമാധാനം തരികയെന്ന് എവിടെയോ വെച്ച് തെറ്റിദ്ധരിച്ചു പോകുകയും ആ ഒരു ധാരണയിൽ പരിപൂർണമായി ജീവിതത്തെ ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമുക്ക് സമാധാനമുണ്ടായിട്ടില്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും അസ്വസ്ഥമായി കിടക്കുന്ന ഇടങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഒരു അപര്യാപ്തത, ഒരു മിസ്സിംഗ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായിരിക്കേണ്ട ഇടങ്ങളെ സ്പർശിക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. ജീവിതം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ധന്യമായ ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ചു പറയാൻ സാധിക്കുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ? സമാധാനത്തിനായുള്ള മനുഷ്യരുടെ അന്വേഷണ യാത്രയിൽ മുഖ്യമായും അവർ ഉൾക്കൊണ്ടിട്ടുള്ള ഉത്തരങ്ങളിൽ പലതിലും തിരുത്തലുകൾ നാം വരുത്തേണ്ടതുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ച മനുഷ്യൻ അവർ ജനിക്കാനിടയായ മത, രാഷ്ട്രീയ, ദാർശനിക പശ്ചാത്തലത്തിൽ നിന്ന് ലഭിച്ച അറിവുകളെ ഒരു ചടങ്ങുപോലെ സ്വീകരിക്കാറുണ്ട്. അവർ ബുദ്ധനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്, മുഹമ്മദ് നബിയെക്കുറിച്ച് ഒക്കെ പറയാറുണ്ട്. ബൈബിൾ, ഖുർആൻ, ധർമ്മപദ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, രാമായണം ഇവയെക്കുറിച്ചൊക്കെ ഉറക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ കേവലം ഒരു വിശ്വാസത്തിൻ്റെയും അധികാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായി ജീവിതത്തിലേക്ക് ചേർന്നു വന്നു എന്നല്ലാതെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും പിണങ്ങിക്കിടക്കുന്ന ഇടങ്ങൾക്ക് ഇണക്കമുണ്ടാക്കാൻ ഇതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, പ്രയോഗിച്ചിട്ടില്ല. ശരീരവും മനസ്സും പ്രാണനും ബുദ്ധിയും ആത്മാവുമൊക്കെ ആഴത്തിലുള്ള പാരസ്പര്യത്തിലാകുമ്പോഴാണ് സമാധാനത്തിൻ്റെ നറുനിലാവ് വന്ന് പുൽകുക എന്ന് നാം വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല എന്നറിയാൻ ചുറ്റും നോക്കിയാൽ മാത്രം മതി. സുഭാഷിതം. അവതരിപ്പിച്ചത് ഷൗക്കത്ത് എ വി.